സ്വതന്ത്ര പാർട്ടിയായി നിലനിൽക്കാനുള്ള കേരള കോൺഗ്രസ് എമ്മിന്റെ തീരുമാനത്തെ സ്വാഗതം ചെയ്ത CPM സംസ്ഥാന സെക്രട്ടറി അവരെ മാർക്സിസ്റ്റ് ആക്കാനില്ലെന്നും വ്യക്തമാക്കി. അവർ സ്വതന്ത്ര നിലപാടെടുക്കട്ടെ. കേരള കോൺഗ്രസ് എം എന്നത് കേരള കോൺഗ്രസ് മാണിയായിട്ട് നിലനിൽക്കട്ടെ. ആ എം എന്നതിനെ കേരള കോൺഗ്രസ് മാർക്സിസ്റ്റ് ആക്കാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. ആ കേരള കോൺഗ്രസ് എം എന്നത് മോഡിയാക്കാതിരിക്കാൻ മാണിയും ശ്രദ്ധിക്കണം. UDFിലെ മറ്റു കക്ഷികൾക്കും അവിടെ തുടരാൻ കഴിയില്ലെന്ന് മുതിർന്ന CPM നേതാവ് VS അച്യുതാനന്ദൻ പറഞ്ഞു. മുന്നണി എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. മുന്നണി ലീഗും കോൺഗ്രസും മാത്രമേ ഇപ്പം മുന്നണിയായിട്ടുള്ളൂ. RSPയും ജനതാദളും അതിൻ്റെയും ധാരണ എന്ന് പറയുന്നത് ഭദ്രമല്ല. മാണി ഈ തീരുമാനം മുൻപേ എടുക്കണമായിരുന്നുവെന്നായിരുന്നു LDF കൺവീനർ വൈക്കം വിശ്വന്റെ പ്രതികരണം. കേരള കോൺഗ്രസ് എടുത്ത ഈ തീരുമാനം സത്യത്തിൽ വളരെ മുൻപേ എടുക്കേണ്ട ഒരു തീരുമാനമാണ്. UDF ഇല്ലാതായി കഴിഞ്ഞിരിക്കുന്നു. ഇനി അത് പിരിച്ചുവിടുക മാത്രമാണ് കരണീയമായിട്ടുള്ളത്. ജോസഫിനെയും കൂട്ടരെയും മാണി സമർത്ഥമായി കബളിപ്പിച്ചുവെന്ന് ജനാധിപത്യ കേരള കോൺഗ്രസ് നേതാവ് ആന്റണി രാജുവും പറഞ്ഞു. NDAയിലേക്ക് പോകാനുള്ള ലക്ഷ്യമിട്ടിരിക്കുന്ന മാണി ജോസഫിനെയും കൂട്ടരെയും സമർത്ഥമായി കബളിപ്പിച്ചിരിക്കുകയാണ്. മാണിയിൽ ഗ്രൂപ്പിൽ പിളർപ്പ് അനിവാര്യമായിരിക്കുകയാണ്. ആത്മാഭിമാനമുള്ള മാണി ഗ്രൂപ്പുകാർ ആ പാർട്ടി വിട്ട് പുറത്തു വന്നാൽ ജനാധിപത്യ കേരള കോൺഗ്രസ് പാർട്ടി അവരെ സംരക്ഷിക്കും. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് മീഡിയ 1.